ഈശോ പെട്ടെന്ന് പറയുകയാണ്, മനുഷ്യകുലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നങ്ങോട്ട് പറയുകയും ഈശോയെ അടിക്കാൻ വന്ന ഈ 4 പടയാളികൾ പെട്ടെന്ന് അപ്രത്യക്ഷരായി. പിന്നീട് അവിടെ ഇരുന്ന ചാട്ട കൊണ്ട് ചില ആളുകൾ വന്ന് അടിക്കാൻ തുടങ്ങി. അത് ഫൗസ്തീന കാണുന്നത്, അവർ ചാട്ടയെടുത്ത് കർത്താവിനെ നിഷ്കരുണം തല്ലി. അടുത്ത വചനം, ഇവർ വൈദികര്, സന്യസ്തര്, പുരുഷന്മാര്, സ്ത്രീകള്, സഭയിലെ ഉന്നത സ്ഥാനം വഹിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും വന്ന് ഈ ചാട്ടയെടുത്ത് ഈശോയെ അടിക്കാൻ തുടങ്ങി. നിഷ്കളങ്കനായ ഈശോയുടെ മേൽ എല്ലാവരും തങ്ങളുടെ വിരോധം തീർത്തു. അപ്പോൾ 2 കാഴ്ചകളാണ്. ഒന്ന് ഫൗസ്തീന കാണുന്നത്, ഒന്ന് ഈ പടയാളികൾ അടിച്ചപ്പോൾ ഈശോ അകലങ്ങളിലേക്ക് നോക്കി നിശബ്ദനായിരുന്നു, അടിയെല്ലാം കൊണ്ടുകൊണ്ട്. എന്നാൽ ഈ പറഞ്ഞ ആളുകൾ വന്ന് ഈശോയെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ കണ്ണുകൾ അടച്ച്, എന്ന് പറഞ്ഞാൽ ഈ അടിക്കുന്ന ആളുകൾ ആരാണെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈശോ കണ്ണുകൾ അടച്ച്, ഞാൻ നിങ്ങളുമായി ഈശോ അടിക്കുന്നേ, കണ്ണുകൾ അടച്ചിട്ട് വളരെ വേദനാജനകമായ ഒരു മൃദുല വിലാപം അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നത് ഞാൻ കേട്ടു. ഒരു വിലാപം, ഒരു സങ്കട ശബ്ദം, ഒരു നേർത്ത നിലവിളി. ഇവിടെവരെ കണ്ണുകൾ അടച്ച് ഈശോ സഹിക്കുക. എന്നിട്ട് ഈശോ ഈ നന്ദിഹീനരായ നമ്മൾ ആത്മാക്കളുടെ പാപത്തിന്റെ ഗൗരവം വിശദമായി ഈശോ ഫൗസ്തീനയ്ക്ക് വെളിപ്പെടുത്തി കേട്ടിട്ട് പറയാണ്, നീ കാണുക, ഇതെന്റെ മരണത്തെക്കാൾ വലിയ പീഡനമാണ്. ഈശോ പറയും, ഇതെന്റെ മരണത്തെക്കാൾ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മളൊരു കുഴപ്പമില്ല, ആരും കാണുന്നില്ല എന്ന് കരുതി കൊണ്ടു നടക്കുന്ന അശുദ്ധി ഉണ്ടല്ലോ, ശരീരത്തിന്റെ അശുദ്ധി, ഈശോയ്ക്ക് മരണത്തെക്കാൾ വലിയ പീഡനമാണെന്ന് നീ എൻ്റെ ജനത്തോട് പറയണം, എൻ്റെ മക്കളോട് പറയണമെന്ന്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ